ഹലോ പത്രമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആ ഒരു ഡീൽ ഉറപ്പിച്ചതിൻ്റെ മറ്റൊരു സ്വിറ്റ്സർലൻഡ് കമ്പനിയായിട്ട് അത് ഡീൽ ഉറപ്പിച്ചതിൻ്റെ സന്തോഷത്തിൽ അപ്പോൾ ആദർശും നയനയും താമസിക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷം. ഒരു കേക്ക് മുറി ചടങ്ങൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് മുത്തശ്ശിയും കൂടി കൂട്ടിയിട്ടാണ് ദേവയാനി വരുന്നത്. അപ്പോഴേക്കും അനി ഒരു കേക്കുമായിട്ട് അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അനി പറയുന്നത് ഈ ഒരു കേക്ക് കട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവർ ആദർശേട്ടനും അതുപോലെ നയനേട്ടത്തിയാണെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് അതല്ല, നീ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് പറയും. അങ്ങനെ മുത്തശ്ശി ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരാളാക്കേണ്ട, 3 പേരും കൂടി ചേർന്നിട്ട് മുറിക്കാൻ പറയുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്നിട്ട് കട്ട് ചെയ്യുകയും എല്ലാവർക്കും വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുകയും സെൽഫി അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എലിസബത്ത് വന്ന് ചോദിക്കുന്നത്, ഞാൻ ഇച്ചിരി പാൽപ്പായസം മധുരം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൂടെ വെറുതെ ആവും ചോദിക്കുന്നത്. അതൊന്നും ഇല്ല, ഇന്ന് ഇച്ചിരി മധുരം അല്പം കൂടുതലാവാം, പ്രശ്നമൊന്നുമില്ല, അപ്പോൾ അതുകൂടി നമുക്ക് എടുക്കാമെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നയന മുത്തശ്ശൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയൊക്കെ ചടങ്ങുകളിൽ മുത്തശ്ശൻ പങ്കെടുക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നയനയ്ക്കുണ്ട്. അതുപോലെ ദേവേനിയും പറയുന്നുണ്ട്, അച്ഛൻ ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്തിരി വാശി കൂടുതലായത്. പിന്നെ അമ്മയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അച്ഛനെ ഒന്ന്. അമ്മയും കൂടി ഇത്തിരി തെറ്റൊക്കെ ഉണ്ട് അമ്മയുടെ ഭാഗത്ത്. അമ്മ കൂടുതൽ അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് അച്ഛൻ ഇത്രയും വാശി കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ദേവേനിയും പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണ്, ഈ ഒരു കേക്ക് മുറി അവിടെ വെച്ചും അനന്തപുരി തറവാട്ടിൽ വെച്ചും ചെയ്യേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ വിഷുവിന് നമ്മൾ ഇത്തിരി താഴേക്ക് പോയപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, അപ്പോൾ ഈ ഒരു കേക്ക് മുറി അവിടെ വെച്ചാകണമായിരുന്നു, എങ്കിലേ അവർക്കിതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കൂ, അതിനൊരു തിരിച്ചടിയായിട്ട് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വെച്ചപ്പോൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എലിസബത്തും പറയുന്നുണ്ട്, മുത്തശ്ശനെ കുറ്റം പറയുന്നതിനകത്ത് എലിസബത്തും അത്രയ്ക്കും നല്ല മനുഷ്യനാണെന്നാണ് എലിസബത്ത് പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ഞങ്ങളും ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളുടെ കുടുംബം ഭദ്രമായിട്ട് പോകുന്നൊക്കെ പറയണം. പിന്നീട് കാണിക്കുന്നത് നവ്യ വന്നിട്ട് ആ ഒരു കൂട്ടുകാരിയെ കാണുന്നു. എന്നിട്ട് പറയുകയാണ്, എന്തായാലും സമാധാനമായി, ഇത്രയും ചതിയനും ദ്രോഹിയുമായിട്ടുള്ള അബിക്ക് ആ ഒരു തിരിച്ചടി കിട്ടി. അപ്പോൾ ജ്വല്ലറിയുടെ നാശവും അബിയുടെ ആ ഒരു തിരിച്ചടിയുമാണ് നവ്യയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള ആ ഒരു വിവരം പറയുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം, കാരണം അതിനകത്തെ ഒരു ചരപ്പണി നീയാണ് ചെയ്യുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ വെച്ചേക്കില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, എപ്പോഴും നിനക്കൊരു കണ്ണ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്കങ്ങനെ മരണത്തെക്കുറിച്ചിട്ട് വലിയ പേടിയൊന്നുമില്ല, കാരണം ഞാൻ മരിച്ചാലും എൻ്റെ മോനെ പൊന്നുപോലെ എൻ്റെ അദൃശ്യമായിട്ടും നയനയും നോക്കുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ജ്വല്ലറിയും അതുപോലെ തന്നെ അബിയുടെ നാശം ആ ചെകുത്താൻ ഇല്ലാതാക്കുന്നതിൽ ഞാൻ മരിച്ചാലും പ്രശ്നമൊന്നുമില്ല, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ ആദർശേട്ടനും അതുപോലെ നയനയും നോക്കിക്കൊള്ളും, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഓർത്ത് വിഷമമൊന്നുമില്ല. എന്തായാലും ഞാൻ അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കും, അവൻ്റെ നാശമാണ് എനിക്ക് ആവശ്യം. അബിയെടുത്ത് അത്രയ്ക്കും ദേഷ്യത്തിലാണ് നവ്യ ഓരോന്ന് ആലോചിക്കുമ്പോൾ നവ്യയ്ക്ക്. കാരണം ആ ഒരു കുട്ടിയുടെയും ചന്തമുള്ളിയൊക്കെ കാര്യം നവ്യ മനസ്സിലാക്കി കഴിഞ്ഞില്ല. പിന്നീട് കാണിക്കുന്നത് അവന്തികയായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ അവന്തികയ്ക്ക് ആകെ വിഷമമായിട്ടുണ്ട്. അതുപോലെ അബി വന്ന് പറയുന്നു, അച്ഛൻ വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അച്ഛൻ അങ്ങനെ എപ്പോഴും ഒന്നും വിളിക്കാറില്ല, നോക്കിയും കണ്ടൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും അച്ഛന് ഭയങ്കര വിഷമമായിപ്പോയി, കാരണം ജ്വല്ലറിക്ക് നമുക്ക് ആ ഒരു ഡീല് കിട്ടാത്തതിൽ. പിന്നെ എനിക്ക് ഇത്തിരി സമാധാനം എന്ന് വെച്ചാൽ അനിയുടെ കാര്യത്തിലാണ്. കാരണം അപ്പോൾ അബി പറയും, അവൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ, പിന്നെ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, വിവാഹത്തിന് ശേഷം മതി ആ സന്തോഷമൊക്കെ, അതിന് മുന്നേ വലിയ സന്തോഷമൊന്നും വേണ്ട, ആദ്യമേ വിവാഹം കഴിയട്ടെ. പിന്നെ അതുപോലെ അവന്തിക പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അച്ഛൻ ഭയങ്കര കലിപ്പിലാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അബിയാണ് പറയുന്നത്, ഉറപ്പായിട്ടും എനിക്കും അതുപോലെ ആദർശനും എനിക്കൊക്കെ ഒരുപാട് ശിക്ഷകൾ, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയത്തില്ല, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്, പക്ഷേ എൻ്റെ അനിയനെ ഒന്നും ചെയ്യരുത്, അതെൻ്റെ ഒരു റിക്വസ്റ്റാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവന്തികയ്ക്ക് അനിയോട് മാത്രമേ ഉള്ളൂ താല്പര്യം, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അനിയൊന്നും ചെയ്യേണ്ട എന്നാണ് അവന്തിക പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് അനി വന്നിട്ട് നന്ദുവിനെ കാണുന്നുണ്ട്. നന്ദുവിനെ കണ്ടിട്ട് അപ്പോൾ നന്ദുവിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു തനിക്കൊരു വിജയത്തിന്, അപ്പോൾ അതിനു വേണ്ടി ഒരു ഗിഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അതൊരു ഫങ്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഡിന്നർ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നന്ദു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നവീനേട്ടനെ കൂടി കൂട്ടാന്ന് പറയുമ്പോൾ അനി പെട്ടെന്ന് ദേഷ്യക്കും, എന്തിനാ അവനെ വിളിക്കുന്നത്, നമ്മൾ തമ്മിൽ ഒറ്റയ്ക്കുള്ള ഒരു ഫംഗ്ഷൻ അവനെ വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറയും, നിൻ്റെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയനയുടെ വീട്ടിലാണ്. നയനയും മുത്തശ്ശിയും അതുപോലെ ദേവേനി എല്ലാം കൂട്ടി സംസാരിക്കുന്നത് മുത്തശ്ശൻ്റെ കാര്യമാണ്. നയനയ്ക്ക് എപ്പോഴും വിഷമമാണ്, മുത്തശ്ശൻ്റെ ഭാഗത്തുനിന്ന് ഒരു അലിവും ഉണ്ടാവുന്നില്ല ആ ഒരു പെരുമാറ്റത്തിൽ.
മുത്തശ്ശി അന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോഴാണ് എലിസബത്ത് എന്ന് പറയുന്നത് നല്ല മനുഷ്യനാണ് അദ്ദേഹം, കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ പറയണം. മുത്തശ്ശി മനസ്സിൽ കരുതുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിൻ്റെ ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു വിഷമം വന്ന് മുത്തശ്ശി നേരെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നു. നയനമോൾക്ക് വലിയ വിഷമമുണ്ട്, ഈ ഒരു അവസ്ഥയിൽ മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ടാണ് വിഷമം, മുത്തശ്ശൻ്റെ സ്നേഹം കിട്ടാത്തതിൽ. അപ്പോൾ ഇനിയെങ്കിലും ക്ഷമിച്ചൂടെയും ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള സമയമായെന്ന് എനിക്കറിയാം, പക്ഷേ പെട്ടെന്ന് എല്ലാവരെയും കാണാൻ അത് പ്രകടിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അതിനൊരു സാഹചര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഈ വരുന്ന എപ്പിസോഡ് കാണാൻ മറക്കരുത്, മിസ്സാക്കരുത്. ഓക്കെ.